നില തെറ്റിയവന്റെ വിളിയുടെ പേരാണ് നിലവിളി. ആ നിലവിളി വിശ്വാസത്തോടെ ആകട്ടെ. സങ്കടമുള്ള കാര്യം, തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവര് വിശ്വസിച്ചോണ്ടൊരു വിളി വിളിക്കുന്നതിനേക്കാൾ ഉപരി നിരാശപ്പെട്ടോണ്ടാ വിളിച്ചോണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മളെ അവഗണിക്കുകയില്ല, അവിടുന്ന് നമ്മളെ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. പക്ഷേ നമ്മളത് വിശ്വസിക്കണം. കർത്താവ് ഓരോ അത്ഭുതം ചെയ്യുമ്പോഴും പറയുന്നില്ലേ, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടെ അനുഗ്രഹം. നമുക്കൊക്കെ വിശ്വാസമുണ്ട്, ഇല്ലെന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മുടെ ബുദ്ധി കയറി കളിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാൻ, ആകുലപ്പെടാൻ, കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അപ്പൊ നമുക്ക് ഉണ്ടാകേണ്ട ഈ ദാരിദ്ര്യത്തിന്റെയും തകർച്ചയുടെയും നടുവില് നമുക്കുണ്ടാകേണ്ട വിശ്വാസത്തിന്റെ ഒരു വളർച്ചയാണിത്. ഭയപ്പെട്ടുകൊണ്ടിരിക്കാണ്ട്, ആകുലപ്പെട്ടുകൊണ്ടിരിക്കാണ്ട്, എന്റെ ദൈവം ഇത് നിവർത്തിച്ച് തന്നിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയ. കടന്നു പോകുന്നതെല്ലാം ഞെരുക്കത്തിന്റെ വഴിയിലായിരിക്കും, പക്ഷേ തകർന്നു പോകില്ല. ദൈവം ഉയർന്ന പാറമേൽ കയറ്റി നിർത്തുക തന്നെ ചെയ്യും. എളിയവരെ ദൈവത്തിന് ഉയർത്താൻ അല്പം നേരം മാത്രം മതി. എല്ലാം നശിച്ചു എന്ന് കരുതുന്നവനെ ഒന്നും നശിക്കാത്ത അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനും ദൈവത്തിന് സാധ്യമാണ്.